ഇന്ത്യക്കെതിരെ പരാമർശങ്ങൾ നടത്തിയ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് വേണ്ടിയിട്ട് വേദിയൊരുക്കുകയും അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടികളൊക്കെ നടത്തുകയും ചെയ്ത മലയാളികൾ അവിടെ വെട്ടിലായിരിക്കുകയാണ് ദുബായിൽ. അപ്പോൾ അവരെ സംരക്ഷിക്കാൻ സുരേഷ് ഗോപി വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്കാഫിൻ്റെ സെക്രട്ടറി ദീപുവും പ്രസിഡന്റ് പോളും ഒക്കെ രംഗത്ത് വന്നിട്ട് സുരേഷ് ഗോപി ഇത് അറിഞ്ഞിട്ടാണോ? സുരേഷ് ഗോപിക്ക് ഇതിനെപ്പറ്റിയൊന്നും അതൊന്നും അറിയില്ല. സുരേഷ് ഗോപി നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്. എപ്പോഴും ആ സ്പിരിറ്റ് അദ്ദേഹം ജീവിതത്തിലുടനീളം പുലർത്തിയിരുന്ന ആളുമാണ്. ഇപ്പോൾ ഈ അക്കാഫ് എന്ന് പറയുന്നൊരു ഈ മൊത്തം ഇത്തരം സംഘടനകളുടെയൊക്കെ ഒരു അംബ്രല സംഘടന അവിടെയുണ്ട്. ആ അക്കാഫിൻ്റെ ആളുകളാണ് ഈ പറഞ്ഞ പോളും ദീപും ഒക്കെ. സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞ് രക്ഷപ്പെടാം എന്നുള്ളതാണ്. കാരണം പരിപാടി നടത്തിയവർ കിണിഞ്ഞിരിക്കുന്നു. പരിപാടി നടത്തിയവർക്കെതിരെ ഇപ്പോൾ ധാരാളം പരാതികൾ കേന്ദ്രത്തിന് വന്നിട്ടുണ്ട്, NIA വന്നിട്ടുണ്ട്, ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ പഴയ കാല ചെയ്തുകൾ അന്വേഷിക്കണം എന്നുള്ള പരാതികൾ വന്നിട്ടുണ്ട്. കാരണം അന്വേഷിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇവർക്ക് പാകിസ്ഥാനുമായിട്ടോ പാകിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെ ചാരസംഘടനയായ ISIയുമായിട്ടുള്ള ബന്ധം, അങ്ങനത്തെ സംശയങ്ങളുമൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി തീരാജ്ഞതയൊന്നും കേന്ദ്രത്തിനില്ല. കേന്ദ്രം അത് അന്വേഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപിയെ ചാരി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം അവർ നടത്താൻ പോകുന്നു. സുരേഷ് ഗോപി ഇത്തരം കാര്യങ്ങളിലൊന്നും അല്ലല്ലോ ഇടപെടുക. സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മറ്റേ കാർ അപകടത്തിൽ മരിച്ച മകളുടെ പേരിൽ ഫൗണ്ടേഷൻ ഉണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ധാരാളം ആരോടും പറയാതെ അദ്ദേഹം നടത്താറുണ്ട്. അത്തരം കാര്യങ്ങൾ, മനുഷ്യത്വപരമായ കാര്യങ്ങളെ അദ്ദേഹം ചെയ്യുള്ളൂ. മനുഷ്യത്വഹീനമായ പരിപാടികൾ, ഇതുപോലുള്ള ഈ ലെഫ്റ്റ് ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോൾ ഈ ദുബായിൽ കൂട്ടിയതുപോലെ ഈ ക്യൂബ ഈവൻ്റ് ഉണ്ടല്ലോ, അതുപോലത്തെ പരിപാടിക്കൊന്നും അദ്ദേഹത്തിന് കിട്ടില്ല. ഇതിപ്പോൾ ഈ ഷഹീദ് അഫ്രീദി, ഉമർ ഗുൽ, ഇവർ രണ്ടുപേരെയാണ് ക്ഷണിച്ച് അവിടെ ഇന്ത്യക്കെതിരെയൊക്കെ സംസാരിപ്പിച്ചത്. ആ സംസാരത്തിൽ തന്നെ ഷഹീദ് അഫ്രീദി പറഞ്ഞത്, ഞാൻ ഇന്ത്യക്കെതിരാണെങ്കിലും കേരളത്തിനെ അനുകൂലിക്കുന്ന ആളാണെന്നൊരു വാചകം പറഞ്ഞിരുന്നു ആ ചടങ്ങിൽ. എത്ര അപകടം പിടിച്ച വാചകമാണെന്ന് നോക്കൂ. കാരണം ഇവിടെ ഈ ലെഫ്റ്റിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും പറയുന്ന ഈ കട്ടിങ് സൗത്ത് ഉണ്ടല്ലോ, കേരളം മാറി നിൽക്കണം, വേറെ രാജ്യമാകണം എന്നൊക്കെ പറഞ്ഞ് സെമിനാറൊക്കെ നടത്തുന്ന പോലത്തെ വർത്താനാണല്ലോ അയാൾ പറഞ്ഞത്. ഞാൻ ഇന്ത്യക്കെതിരാണെങ്കിലും. മറ്റേതായാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാശ്മീരിൽ ഇന്ത്യക്കാർക്ക് 8 ലക്ഷം പട്ടാളക്കാരുണ്ട്, അവരുടെ കഴിവുകേട് കൊണ്ടാണ് ഈ പഹൽഗാം ആക്രമണം ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് ആക്രമണത്തിനെ തള്ളിപ്പറയുകയല്ല ചെയ്തത്. പിന്നെ അയാളുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ ഈ നമ്മുടെ ഈ ചിത്രങ്ങളൊക്കെ കാണുമല്ലോ TV-യിൽ, അങ്ങനെ അയാളുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ നമ്മളിവിടെ ഹിന്ദുക്കൾ ചെയ്യുന്നത് കണ്ടിട്ട് ആരതി ഒഴിയുന്നത് പോലെയൊക്കെ കാണിച്ചപ്പോൾ കുഞ്ഞുങ്ങളെയും ഇയാൾ ശാസിച്ചു എന്നൊക്കെ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം ഹിന്ദു വിരോധമുള്ള ഈ മറ്റേ ഭീകരരുടെയൊക്കെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഷഹീദ് അഫ്രീദി. അത് മുമ്പും അങ്ങനെ തന്നെയാണ്, ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് അറിയപ്പെടുന്ന ആളാണ് അയാൾ. അപ്പോൾ ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ BTech അലുമിനി അസോസിയേഷനാണ് ഈ ക്യൂബ എന്ന് പറയുന്നത്, AA. അതായത് നമ്മൾ കുസാറ്റിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എങ്ങനെയെങ്കിലും ക്യൂബ എന്ന് വരണം എന്ന് തീരുമാനിച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്, അല്ലേ? കമ്മ്യൂണിസ്റ്റ് മനസ്ഥിതിയുടെ പ്രശ്നമാണ്. അതെ, ആ മനസ്സിൻ്റെ പ്രശ്നമാണ്. എങ്ങനെയെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കുക. മുമ്പ് സോവിയറ്റ് യൂണിയനൊക്കെ നല്ല ജോറായിട്ടിരുന്ന കാലത്ത് മറ്റേ സോവിയറ്റ് യൂണിയനിലെ ആളുകളുടെ പേരൊക്കെ ഇടുമല്ലോ. അതെ, മോസ്കോ നഗരമൊക്കെ ഇവിടെ ഇടുമായിരുന്നു. മോസ്കോ മുക്കോ അങ്ങനത്തെ സംഗതിയൊക്കെ ഉണ്ടാവും. PC ജോഷി മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവിഭക്ത പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് കേരളത്തിൽ എത്രയോ ജോഷിമാരുണ്ടായി. രണദിവേ, ലെനിൻ എന്നൊക്കെ പറഞ്ഞ ആളുകളില്ലേ ഇവിടെ. അതെ. അപ്പോൾ അതുപോലെ ആണ് നിർഭൻ ചക്രവർത്തി, അങ്ങനെയുണ്ട് ആള്. അപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ BTech അലുമിനി അസോസിയേഷൻ ക്യൂബ UAE, ഇവർ പാക് അസോസിയേഷൻ ഹാളിലാണ് ദുബായിൽ ഇത് നടത്തിയത്. മെയ് 25 ആണ് നടത്തിയത്. ഈ ഇടതുപക്ഷ സംഘടനയാണിത്. പാകിസ്ഥാനുമായി ഇവർക്ക് ഈ ക്യൂബ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് പാകിസ്ഥാനുമായിട്ട് നിരന്തര ബന്ധമുണ്ടെന്ന് ഇപ്പോൾ അന്വേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്.
ഇതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടല്ലോ, ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ചിലർക്ക്, മുകളിലുള്ള ചിലർക്ക് പാകിസ്ഥാൻ്റെ കരാറുകൾ കിട്ടുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സാമ്പത്തിക ഗുണങ്ങൾ, മോണിറ്ററി ബെനിഫിറ്റ്സ് ഈ സംഘടനയുമായി ബന്ധപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതും അറിയാം. ഇവരെപ്പോഴും ഈ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലാണ് ഇവരുടെ ചടങ്ങുകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിറക്കിയ വിശദീകരണക്കുറിപ്പുണ്ടല്ലോ, ഇത് പുലിവാലായി എന്നറിഞ്ഞിട്ട് ഖേദിക്കുന്നു എന്നൊക്കെ പറയുന്ന കുറിപ്പിൽ പാകിസ്ഥാൻ്റെ പേരില്ല. പിന്നെ പഹൽഗാമിൻ്റെ പേരില്ല വിശദീകരണക്കുറിപ്പിൽ. പാകിസ്ഥാൻ അസോസിയേഷനുമായിട്ടുള്ള ബന്ധം അതിൻ്റെ അകത്ത് പറയുന്നില്ല. ഇവർക്ക് നിരന്തര ബന്ധമുണ്ട്. കഴിഞ്ഞ കൊല്ലവും ഇവർ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ തന്നെ ചടങ്ങ് നടത്തിയിരുന്നു. 2024 നടത്തിയൊരു ചടങ്ങിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ ചടങ്ങ് നടത്തിയത്. സാധാരണഗതിയിൽ നമ്മൾ തന്നെ ഇവിടെ, ഞാൻ എൻ്റെ തന്നെ ഒരു സംഭാഷണത്തിൽ പറഞ്ഞിരുന്നതാണ്, ഈ പാകിസ്ഥാൻ മുക്ക് എന്ന് പറഞ്ഞിട്ട് പത്തനാപുരം ഭാഗത്ത് ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ആ പഞ്ചായത്ത് ആ സ്ഥലത്തിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട സംഗതിയൊക്കെ പഹൽഗാമിന് ശേഷം ആളുകൾ നീക്കിക്കളയുകയായിരുന്നു ആണല്ലോ. അങ്ങനെ നമ്മൾ തുർക്കിയുടെ അല്ലേ മറ്റേ എയർപോർട്ടുകളിലെ സർവീസ് റദ്ദാക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഏപ്രിൽ 5-ാം തീയതി ഇവർ ബുക്ക് ചെയ്തിരുന്നതാണ് ഈ ഹാള്. ഞങ്ങൾ മുമ്പേ ബുക്ക് ചെയ്തത് കൊണ്ട് ഇത് നടത്തിയതാണെന്നുള്ള ന്യായം പറയുന്നത്. ദേശസ്നേഹം ഉണ്ടെങ്കിൽ മുമ്പേ ബുക്ക് ചെയ്തതാണെങ്കിലും റദ്ദാക്കുകയാണല്ലോ വേണ്ടത്. നമ്മുടെ മന്ത്രിമാരൊക്കെ എത്ര യാത്രകൾ റദ്ദാക്കി ആ സമയത്ത് ദേശസ്നേഹത്തിന് വേണ്ടി. അസർബൈജാനിലേക്കുള്ള യാത്രകൾ വരെ ആൾക്കാർ റദ്ദാക്കി. ഇനി ഇവര് മുമ്പേ ബുക്ക് ചെയ്തതാണ് അതുകൊണ്ട് നടത്തിയെന്ന് പറയുമ്പോഴും ഇവർ നടത്തിക്കോട്ടെ. ഷഹീദ് അഫ്രീദിയെയും ഈ ഉമർ ഗുലിനെയും നിങ്ങൾ വരണ്ടെന്ന് പറയണ്ടേ? അവിടെ ഈ നമ്മുടെ ഇപ്പോൾ ശശി തരൂരിൻ്റെയൊക്കെ സംഘങ്ങൾ പോലെ കുറച്ച് സംഘങ്ങൾ പോകുന്നുണ്ടല്ലോ. അതിലൊരു സംഘം ഈ UAE എത്തുന്നതിനോടനുബന്ധിച്ചിട്ടാണ് ഈ ചടങ്ങ് നടന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നയതന്ത്ര സംഘം UAE എത്തുന്നതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാകിസ്ഥാനി സംഘത്തിനെ അവിടെ ക്ഷണിച്ചത് എന്നാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു അട്ടിമറി ശ്രമം കൂടി ഉണ്ടായിരുന്നു. ഗുരുതരമായ പ്രശ്നമാണ്. കാരണം ശിവസേനയുടെ MP ശ്രീകാന്ത് ഷിൻഡെയും 8 അംഗ സംഘവും മെയ് 22-ാം തീയതി UAE സന്ദർശിക്കുമായിരുന്നു. അതിവർക്കറിയാമല്ലോ, അത് എല്ലാ പത്രങ്ങളിലും വരുന്നതാണല്ലോ അങ്ങനെ സന്ദർശിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ കൊളംബിയ തന്നെ നമുക്കെതിരെ പാകിസ്ഥാൻ അനുകൂലമായിട്ട് വർത്തമാനം പറഞ്ഞപ്പോൾ അത് പിൻവലിപ്പിച്ചില്ലേ നമ്മൾ എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ കൂടെയാണ് ഈ മാർക്സിസ്റ്റ് സംഘടന നിന്നിരുന്നതെങ്കിൽ ഈ കേന്ദ്രത്തിൻ്റെ ഈ സംഘത്തിൻ്റെ സന്ദർശനം അട്ടിമറിക്കാൻ ശ്രമിക്കില്ലായിരുന്നു. അപ്പോൾ അവർ റദ്ദാക്കിയില്ല. ഏപ്രിൽ 5-ന് ബുക്ക് ചെയ്തു എന്ന് അവർ പറയുന്നു. അത് പഹൽഗാം ആക്രമണം നടക്കുന്നത് ഏപ്രിൽ 11 അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പഹൽഗാം നടക്കുന്നത്. ബുക്ക് ചെയ്ത് കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞ് പരിപാടി നടക്കുന്നത് ഇപ്പോൾ ആണ്. അപ്പോൾ ക്യാൻസൽ ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ മെയ് 7-ാം തീയതി. അത് കഴിഞ്ഞും ക്യാൻസൽ ചെയ്യാം, ഇപ്പോഴല്ലേ നടക്കുന്നുള്ളൂ. മെയ് 21-ന് കേന്ദ്രത്തിലെ ഈ സംഘങ്ങൾ വിദേശ പര്യടനം തുടങ്ങി. അതായത് ഏപ്രിൽ 22-ാം തീയതി നമ്മുടെ ആക്രമണം നടന്നു. അപ്പോൾ അത് കഴിഞ്ഞും ധാരാളം സമയം ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ ഏപ്രിൽ 11 എന്ന് പറഞ്ഞത് തെറ്റാണ്. ഏപ്രിൽ 22-നാണ് നടന്നത്. എന്നിട്ടും ഇവർ റദ്ദാക്കിയില്ല. പഹൽഗാം ആക്രമണം നടന്ന് 22. അത് കഴിഞ്ഞ് മെയ് 7-നാണ് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നത്. പിന്നെയും മറ്റേ കേന്ദ്ര സംഘം മെയ് 22-ന് എത്തുന്നു. അത് കഴിഞ്ഞും ക്യാൻസൽ ചെയ്യാമായിരുന്നു. പക്ഷെ കേന്ദ്ര സംഘത്തിൻ്റെ സന്ദർശനം അട്ടിമറിച്ചിട്ട് ഈ അഫ്രീദിയുടെ ഉമർ ഗുലിൻ്റെ സന്ദർശനത്തിൻ്റെ പോസ്റ്ററുകളൊക്കെ വെച്ച് നല്ല ജോറാക്കുക എന്നുള്ള പരിപാടിയാണ് ഇവർ ചെയ്തത്. അതിൻ്റെ അകത്ത് ഇന്ത്യക്കെതിരെ സംസാരിക്കുകയും ചെയ്തു.
ചടങ്ങിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർക്ക് ദേശസ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ചടങ്ങുകളിൽ ചെയ്യുന്നതാണല്ലോ, അതിവിടെ പറയണ്ടെന്ന് പറയണ്ടേ? അങ്ങനെ പറയുമ്പോൾ ആ വാചകം പറയരുത്, അതിനുള്ള ചടങ്ങല്ല ഇത് എന്ന് പറഞ്ഞ് ഓപ്പണായിട്ട് ശാസിക്കണമായിരുന്നു. അതും ചെയ്തിട്ടില്ല. അപ്പോൾ പാകിസ്ഥാൻ സാധാരണഗതിയിൽ ക്യാമ്പയിൻ ചെയ്യുന്നത്, ഇന്ത്യ ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ പാകിസ്ഥാൻ ഒരു ക്യാമ്പയിൻ ഉദ്ദേശിച്ചിരുന്നതാണല്ലോ. മറ്റേ ബിലാവൽ ഭൂട്ടോ അയാളുടെ നേതൃത്വത്തിൽ പോകാം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ചില സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ പാകിസ്ഥാൻ സാധാരണ ക്യാമ്പയിൻ നടത്തുന്നത് ക്രിക്കറ്റർമാരെ ഉപയോഗിച്ച്, ഫിലിം പേഴ്സണാലിറ്റികളെ ഉപയോഗിച്ച്, പത്രപ്രവർത്തകരെ ഉപയോഗിച്ച്, വ്ളോഗർമാരെ ഉപയോഗിച്ച്. അപ്പോൾ ഇതിൽ ക്രിക്കറ്റർമാർ ആ ISIയുടെ പ്ലോട്ടിൻ്റെ ഭാഗമായിട്ടുള്ള 2 പേരാണ് വന്നിരിക്കുന്നത്, ഷഹീദ് അഫ്രീദിയും ഉമർ ഗുല്ലും. ഇവർ ISI ബന്ധമുള്ളവരാണ്, ഇവർ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും ബന്ധമുള്ളവരാണ്. അതിനുവേണ്ടി ആ സംഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. അപ്പോൾ പാകിസ്ഥാൻ എംബസിയാണ് ഈ പാകിസ്ഥാൻ ശരിക്കും ഈ മറ്റേ സംഘടനയും ഈ അംബ്രല സംഘടനയും പിന്നെ പാകിസ്ഥാൻ എംബസിയും കൂടിയാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ക്യൂബ എന്ന് പറഞ്ഞ സംഘടനയുടെ ഭാഗമായത്. ഇതിൻ്റെ സംഘാടനത്തിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ എംബസി ഉണ്ടായിരുന്നു എന്ന് നമ്മളുടെ കേന്ദ്രത്തിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്. ക്രിക്കറ്റർമാർ മാത്രമൊന്നും ആയിരുന്നില്ല വേദിയിൽ, ക്രിക്കറ്റർമാരെ ആനയിച്ചതും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ സുരേഷ് ഗോപിയെ പേരുപയോഗിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല, പെട്ടത് തന്നെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.